എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എന്താണെന്നറിയോ, പെട്ടെന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടേ തോരനൊന്നും വെക്കാൻ ഒന്നുമില്ല, വെച്ചില്ല കേട്ടോ. അപ്പൊ എന്താണെന്നറിയോ, പെട്ടെന്ന് നമുക്ക് ഈ കുറച്ച് കോവയ്ക്ക മഴയായിട്ട് എല്ലാം പോയി കേട്ടോ. കുറച്ച് കോവയ്ക്ക ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്ന് ഓർത്തോട്ടോ. അപ്പൊ ഞാനിങ്ങനെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ എന്താണ് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കണേ, പെട്ടെന്നൊരു തയ്യാറാക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇത് മൊത്തം പറിച്ചിട്ട് കാണാവേ. തീർന്നു, മഴയാണ് കേട്ടോ, അതുകൊണ്ട് എല്ലാം തീർന്നു. പറയാൻ പോവാം ഒരു സാധനം ഇപ്പോണോ. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് ഇത്ര ഉണ്ട്, ഇനിയുണ്ട് കുറച്ചുകൂടെ പറിക്കാം കേട്ടോ. എത്തിയല്ല, ഇത് കുറെ മൂത്തു. പിന്നെ ഈ കോവയ്ക്ക ഉണ്ടല്ലോ, ഈ കോവയ്ക്ക ഉണ്ടല്ലോ ഇങ്ങനെ തീരെ പിഞ്ച്, ഇത് ഈ ഷുഗറിന് നല്ല കേട്ടോ. ഷുഗർ ഉള്ളവർക്ക്, ഇല്ലാത്തവർക്ക് എന്താണ് വരാതെ ഇരിക്കും ഇങ്ങനെ കുറെ ഉണ്ടോ. നല്ല സ്വാദായിരുന്നു. ഒരു ചെറു കമർപ്പും ഇത്തിരി മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ രീതിയിൽ ഇത് കണ്ടോ, ഈ രീതിയിൽ പറിച്ച് കഴിക്കുവാണെ കോവയ്ക്ക എങ്ങനെ കഴിച്ചാലും ഷുഗറിന് നല്ലതാണ്. പിന്നെ ഇങ്ങനെ ഈ പച്ച ഇതില്ലേ തീരെ, അത് നല്ലത്. ഇങ്ങനെ ഇങ്ങനെ കഴിക്കണല്ലോ. ബാക്കി വരുന്ന ഇങ്ങനെ എറിയണം. അപ്പൊ നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം കേട്ടോ. അപ്പൊ പച്ച കോവയ്ക്ക ഇത് 1/2 കിലോ മിച്ചം ഞാൻ ഇത് എടുത്തോളൂ കേട്ടോ. പിന്നെ അത് ഇങ്ങനെ വട്ടത്തിൽ വലിയതല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെ നടുവേ ഒന്ന് കീറിയിട്ട് ഇതുപോലെയാണ് അരിയണം കേട്ടോ. ഇതുണ്ടോ. പിന്നെ എന്താ, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തല്ല ഈ തേങ്ങ കുത്തിയിടും കേട്ടോ. മെഴുകുവരട്ടി എന്തുണ്ടാക്കിയാലും ഇതിനകത്ത് ഞാൻ തേങ്ങ കുത്തിയിടാറുണ്ട്. അപ്പൊ നമുക്ക് അരിഞ്ഞിട്ട് കാണാം കേട്ടോ. പെട്ടെന്നൊരു തോരൻ മെഴുകുവരട്ടി. ഞാൻ ഒരു ഇൻഡാലിയ ഉരുളിയാണ് കേട്ടോ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്നത്. ഞാൻ അതിനകത്ത് ഞാൻ എന്താണ് സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യണത് അതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം കേട്ടോ. ഞാൻ ഈ കോവയ്ക്കായ്ക്ക് ഉണ്ടല്ലോ, മെഴുക്കുവരട്ടി വെക്കുമ്പോഴും തോരൻ വെക്കുമ്പോഴും ഒട്ടും വെള്ളം ഒഴിക്കാറില്ല. ഈ ഉപ്പിന്റെ വെള്ളം അല്ലാതെ ഒന്നും ഒഴിക്കാറില്ല കേട്ടോ. എന്നിട്ട് ആ എണ്ണ ഒന്ന് ഇച്ചിരി ചൂടായി കഴിയുമ്പോൾ ഇതിപ്പോ എന്താണെന്നറിയോ, ഇരുന്നോളും കുറച്ച് ദിവസത്തേന്. ഇത് മുഴുവൻ നിന്ന് കഴിക്കാനൊന്നുമല്ല, ഇതിങ്ങനെ വെച്ചിരുന്നാൽ കുറേ ദിവസത്തേന് ഇരുന്നോളൂ കേട്ടോ. മെഴുക്കുവരട്ടിയ പെട്ടെന്നൊരു തോരനല്ല, മെഴുക്കുവരട്ടി എന്നാണ് ഞങ്ങൾ ഇവിടെ പറയണത് കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, ഇത് തേങ്ങ കൊത്തും, ഒരു 3-4 മുളകും ഇങ്ങനെ. നമ്മളുണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ, അപ്പൊ അതിന് ഒട്ടും വെള്ളം ഒഴിക്കണ്ട. നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്നതാകുമ്പോ അതിന് കുറെ എന്താണെന്നറിയോ, ഈ വാടിയായിരിക്കും അതിരിക്കണേ. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണേലും വേകാൻ ഇത്തിരി താമസം വരും. ഇത്തിരി ഉപ്പൂടെ ഇങ്ങനെ ഒഴിക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ. ഒട്ടും വെള്ളം ഞാൻ ഒഴിക്കണില്ല കേട്ടോ. വേറെ ഒന്നും അതിനകത്ത് സബോള മസാലകള് ഒന്നും കൂട്ടാതെ പെട്ടെന്നൊരു മെഴുക്ക് വരട്ടി അതിനൊക്കെ എന്താണ്, നമുക്ക് ഇതിന് ഷുഗറിന് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ വേറെ മസാല കൂട്ടുകളൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർത്താണ്ടല്ലോ, അതിന് നമുക്ക് ഗുണത്തെക്കാളും ദോഷമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ആ ശരിക്കുള്ള ആ ഒരു ഗുണം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പൊ എന്നിട്ട് അടച്ചു വെക്കാം, കാണാട്ടോ, വെന്തോളൂ. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മുടെ കോവയ്ക്കാൻ മെഴുക്കുവരട്ടി ഇവിടെ വെന്തു കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ. ഇനിയിപ്പോ എന്താണെന്നറിയോ, ഇത് നന്നായിട്ട് ഇങ്ങനെ നല്ല ഫ്രൈ ചെയ്തെടുക്കാം വേണമെങ്കിൽ. ഞാൻ അങ്ങനെ എടുക്കും, ഫ്രൈ ചെയ്തെടുക്കും. എന്താണെന്നറിയോ, ഇതുപോലെ ആവും. ഇത് 2 ദിവസത്തേന് ഇരിക്കാൻ വേണ്ടിട്ടാട്ടോ. ഇത് കണ്ടോ, ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്ക. അതുകൊണ്ട് മെഴുക്കുവരട്ടി പെട്ടെന്ന് തന്നെ കേട്ടോ. ഒരു പൊടികളൊന്നും ചേർത്തിട്ടില്ല കണ്ടോ. സൂപ്പറല്ലേ, ഒട്ടും വെള്ളം ചേർക്കാതെ പെട്ടെന്നൊരു മെഴുക്കുവരട്ടി. ഇനിയിപ്പോ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഒന്നുകൂടെ കാണാം കേട്ടോ. അപ്പൊ എന്താണ്, നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടോ. ഇനി ഞാൻ ചോറിനട്ടെ, ഇത്തിരി താമസിച്ചുപോയി. ഇത് ഇത്തിരി എടുത്തുള്ളൂ, അപ്പുറത്ത് കുറേ ഉണ്ട് കേട്ടോ, എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോറെടുത്ത് കഴിക്കട്ടെ കേട്ടോ. എന്താണെന്നറിയോ, ഇന്ന് താമസിച്ചു, കുറെ പണികളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ തിരി എൻ്റെ ഒരു ചോറൂട് വിശേഷവും കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ, അപ്പൊ ചോറ് പരമാവധി കുറയ്ക്കുക. പിന്നെ എന്താണെന്നറിയോ, അച്ചാർ കേട്ടോ, വെളുത്തുള്ളിയാണ്. പിന്നെന്താ, കടലക്കറി.
പിന്നെന്താ, മോര് കറി കേട്ടോ. കഴിക്കാൻ പോവാണേ. നമ്മുടെ പപ്പടം ഒരെണ്ണം മതി കേട്ടോ. കഴിച്ചിട്ട് കാണാവേ, ഭയങ്കരമായിട്ട് വിശക്കണം. അപ്പൊ എന്താണ്, എന്റെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാരും കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഓക്കെ, ബായ്. സൂപ്പറാട്ടോ, ഞാൻ തന്നെ എല്ലാരും പറയണത്. ഒട്ടും വെള്ളം ചേർക്കാത്ത മെഴുക്ക് വരട്ടി. ബൈ പറഞ്ഞു.